ready. നിങ്ങൾക്ക് இந்த വീഡിയോ பார்க்கணும்னா மேலே இருக்க பட்டன் கிளிக் பண்ணுங்க. ഈ വീഡിയോ കാണുവാനായിട്ട് നിങ്ങൾ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് മാപ്പ്? എവിടെയാണ് മാപ്പ്? എവിടെയാണ് മാപ്പ്? പറയ് മാപ്പ്. ഇനി എവിടെ പോണേ? പോട്ടെ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ മൈസൂർ പാലസിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മൈസൂർ പാലസിൻ്റെ വലത്തെ വശത്തെ എൻട്രൻസ് ആണ്. വെളിയിലുള്ള അതെല്ലാം ഇങ്ങനെയാണ് അലങ്കരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കൂട്ടെന്നെ കൈയാണ് ചുളിക്കുന്നുണ്ട്, കാരണം വീഡിയോ എടുത്ത് നടന്നുകൊണ്ട് ഞാൻ ഏറ്റവും ബാക്കിലായി. ഈ കൊട്ടാരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചുറ്റും അല്ലെങ്കിൽ കൊട്ടാരം മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. കാരണം രാത്രി മൊത്തം ലൈറ്റ് ഷോ ഉണ്ട് 7 മണിക്കെന്നുള്ളത്. അപ്പോൾ നമുക്ക് കൊട്ടാരം ഒന്ന് കാണാൻ പോകാം. അങ്ങനെ കൊട്ടാരത്തിനകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇടത്തേതായിട്ട് കണ്ടത് കൊട്ടാരത്തിൻ്റെ ഒരു കോവിലാണ്. ഈ കൊട്ടാരത്തിന് ടോട്ടലി 12 കോവിലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ അല്പം മുമ്പ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കൊട്ടാരത്തിനെ കുറച്ച് ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ. അതിനേക്കാളും ഒരുപാട് കാഴ്ചകൾ ഇനിയും ഈ വീഡിയോയിൽ ഇനിയും തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളെ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരെ നോക്കുമ്പോൾ കാണാം, ഈ കൊട്ടാരത്തിൻ്റെ ഗാർഡനാണ്. ആ സെൻറ്റർ വരുന്ന ഗേറ്റാണ് കൊട്ടാരത്തിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത്. 14-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 1399 വർഷത്തിൽ എതുരവാടയാണെന്ന് വിളിച്ച അല്ലെങ്കിൽ ആദ്യ രാജാവായി വാഴുന്ന ഈ കൊട്ടാരം 1897 തീപിടുത്തം ഉണ്ടാവുകയും അതിനുശേഷം ബ്രിട്ടീഷുകാർ അവിടെ 15 വർഷത്തോളം സമയമെടുത്ത് കൊട്ടാരം നിർമ്മിക്കുകയും ചെയ്തു. അതാണ് ഈ കാണുന്നത്. ഈ ചുവന്ന ഗോപുരം പോലെ ഇരിക്കുന്നത് ബ്രിട്ടീഷ് ഉണ്ടാക്കുന്ന അകത്തുള്ളത് പണ്ട് തടി കൊണ്ട് രാജാവ് ഉണ്ടാക്കിയതാണ്. അതിന് 14-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ കൊട്ടാരമാണ് ഉള്ളിലുള്ളത്. പുറത്തുള്ളത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയത്. നമുക്ക് കണ്ടറിയാൻ പറ്റും, പുത്തൻ പോലെ ഇരിക്കുന്ന ആ ബിൽഡിങ്ങും ഉള്ളിലോട്ടുള്ള അത് വെള്ളിയോ എന്തോ മെറ്റൽ കൊണ്ട് പോന്നിരിക്കുകയാണ് ആ തടി ഇതിന്. ഓക്കെ, അപ്പോൾ ഈ ബിൽഡിംഗ് പുതിയതായിട്ട് ബ്രിട്ടീഷ് ഉണ്ടാക്കിയത് ഇൻഡോ സെറാമിക് സ്റ്റൈലിലാണ്. അതായത് അവരുടെ ബ്രിട്ടീഷുകാരുടെ മാത്രമല്ല, വേറെ ചില രാജ്യങ്ങളുടെയും ഈ കൺസ്ട്രക്ഷൻ വർക്ക്, എഞ്ചിനീയർ വർക്ക് അല്ലെങ്കിൽ ആർട്ട് വർക്കൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ലൈറ്റ്. ഈ ലൈറ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഇത് ചിലപ്പോൾ ഇമ്പോർട്ടഡ്, ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത സംഭവമായിരിക്കാം, അല്ലെങ്കിൽ ലൈറ്റ് ആയിരിക്കാം. അപ്പോൾ ഇതിപ്പോൾ കാണാൻ തന്നെ ടീച്ചർ സംസാരിച്ച് വരുന്നതാണ്. പെട്ടെന്ന് ക്യാമറ ഉണ്ടപ്പം മുഖമൊക്കെ മാറി. അതാണ് ക്യാമറയുടെ പവർ. അതാണ് സാറേ അല്ല പറ, ഈ പാലസ് വിളിച്ച് പറ. മൈസൂർ പാലസ് ഇവിടെ ഫേമസ് ആണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് വരുന്നത് ഒരു ദിവസം, ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. ഇന്ന് സവിശേഷമായ ദിവസമായിരിക്കും. നമുക്കറിയാം, ശനിയാഴ്ച ദിവസമാണ്, ലീവുള്ള ദിവസമാണ്. അത്രയ്ക്ക് ആളാണ്. എന്തായാലും അകത്ത് ചെരുപ്പ് വീടില്ലേ കൊണ്ടാടുന്നത്? ചെരുപ്പ് വീടുന്നില്ല, ചിലർ വീടുന്നുണ്ട്. തിരക്കാണ് കേട്ടോ, തിരക്കാണ്. ഞാൻ സാറാണ് ഇങ്ങനോട്.
നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറാനായിട്ട് നമുക്ക് ഒരാൾക്ക് ചാർജ് ആകുന്നത് 100 രൂപയാണ്. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഈ ചെരുപ്പ് ഒരു ചാക്കിൻ്റെ അകത്താക്കി കളക്ട് ചെയ്ത് വെക്കുന്നത് കാണുന്നത് കേട്ടോ. ഗ്രൂപ്പായിട്ട് വരുന്നവരെല്ലാം ചാക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് ടോക്കൺ വാങ്ങിച്ചാണ് ഈ ചെരുപ്പ് സൂക്ഷിക്കുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് അകത്ത് കയറാം. വാലി സെൻറ്ററിൽ വന്നത് ഇവിടെ. ഓ പറ നോക്കൂ, പഴയ ഡിസൈൻ ആയിരിക്കും. ഓരോരോ വാതിലുകൾ നോക്കൂ. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് വടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എത്തിക്കാൻ. അപ്പോൾ എടാ ഇതിനകത്ത് കച്ചവടോടാ, കടയടാ. എവിടെ എപ്പോൾ നിങ്ങൾ നേരെ കാണുന്ന ആ ഗേറ്റാണ് കൊട്ടാരത്തിൻ്റെ നേർക്കുള്ള ഗേറ്റ്. പിന്നെ അതിൻ്റെ മുറ്റത്ത് വലിയ വിശാലമായിട്ടുള്ള ഗാർഡനുണ്ട്. എൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് ഒരു ചെറിയ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് വ്യൂ വഴി നമ്മൾ അകത്ത് കയറുന്നു. അങ്ങനെ അകത്ത് കയറുമ്പോഴത്തേക്ക് നമ്മൾ കൊട്ടാരത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫ്രണ്ട് വഴി തന്നെയാണ് കയറുന്നത്. ഏറ്റവും താഴെ നിലയ്ക്ക് കയറുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. തിരക്കണമെന്ന് വെച്ചാൽ നമ്മൾ പോയ സമയത്ത് അത്ര ഒന്നിലും തള്ളലില്ല, മീഡിയമായിട്ട് പോകാൻ പറ്റി. ഫ്രണ്ടിൽ ഒരുപാട് പീരങ്കികൾ കാണാം. പീരങ്കി അങ്ങനെ ഫ്രണ്ട്സ്, ഞാനും എൻ്റെ കൂട്ടുകാരും കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറി. ഇതെൻ്റെ ഫസ്റ്റ്, ഞാൻ കർണാടകയിലെ ഫസ്റ്റാണ്, എന്നിട്ട് മൈസൂർ പാലസിൻ്റെ ഫസ്റ്റാണ്. അപ്പോൾ ഈ വലിയ കൊട്ടാരത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള വീഡിയോ മൊത്തവും ഞാൻ എടുത്തിട്ടുണ്ട്. ടൈം ലിമിറ്റ് ഉണ്ട്. പാക്കേജ് ടൂർ പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. എന്നാലും എന്നെ കൊണ്ടാവുന്ന അത്രയും വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് അലൗഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. അവരിൽ അത് കയറ്റത്തില്ല. ഇങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ കുറച്ച് നമുക്ക് കാണിക്കുന്ന പോർഷൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഈ കാണിക്കുന്ന പോർഷൻ തന്നെയാണ് ബാക്കിയുള്ളവരും കാണുന്നത്. ഈ 100 രൂപ നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഈ 100 രൂപ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇത് കാണാൻ പറ്റും. ഇത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ടൂറിൻ്റെ പാക്കേജ് നമുക്ക് അടുത്ത ടൈം ഉള്ളത് വൃന്ദാവൻ ഗാർഡൻ അവിടെയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോവും. പക്ഷേ അങ്ങനെ പെട്ടെന്ന് ചാടിപ്പറച്ചിട്ടല്ല, പതുക്കെ തന്നെ പോകുന്നത്. അപ്പോൾ കണ്ടുപോകാം. കൊട്ടാരത്തിൻ്റെ വാതിൽ കൂടി അല്ലെങ്കിൽ നേരെ ഗേറ്റാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കൂടി കൊട്ടാരത്തിൻ്റെ ഉള്ളോട്ട് കയറിയാണ്. ആദ്യത്തെ 3 വിഗ്രഹം കണ്ടതിന് ശേഷം നമ്മൾ ഗേറ്റിൻ്റെ അകത്തുകൂടി ആദ്യം ഇടത്തോട്ട് കയറും. ഇത് സെൻട്രൽ ഗ്രൗണ്ടിൽ ആണ്. ഗ്രൗണ്ട് നമുക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സർക്കിൾ പോലെ കറങ്ങി വരേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ ചുവരിൽ ഒരുപാട് ബ്രിട്ടീഷുകാരുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വല്ലാത്ത ആർട്ട് വർക്കാണ്. ചെറിയ മൈന്യൂട്ട് ഡിസൈനിങ് പോലും അവർ ചെയ്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട്. സാധാരണ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ ചെന്നാൽ പോലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ട് പാളിച്ച് അങ്ങോട്ട് വളവും കോണമൊക്കെ വരും. ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല. മൈന്യൂട്ട് ഡിസൈൻ എന്ന് വെച്ചാൽ തെറ്റ് വന്നാൽ ആ തെറ്റ് അങ്ങ് മാച്ച് കളയാം. അങ്ങനത്തെ അത്രയ്ക്കും സൂക്ഷ്മമായിട്ടാണ് ഇവിടെ ഈ പെയിൻറ്റ് വർക്കിംഗ് ആയാലും എന്ത് വർക്കിംഗ് ആയാലും ചെയ്തിട്ടുള്ളത്. ഇവിടെ മാർബിൾ, ഗ്രാനൈറ്റ്, സാധാ കല്ല് എന്നിങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. സ്വർണം, വെള്ളി, വജ്രം എല്ലാം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ കൊട്ടാരം ഉണ്ടാക്കുന്നതിനായിട്ട്. ഇവിടെ നോക്കിയാലും കൊത്തുപണി, പെയിൻറ്റ് പണി, എല്ലാ പണി. പിന്നെ ഈ ഒരു ഹാളിനെ ഇങ്ങനെ ഒരു കൊണ്ടുവരുന്നത് ആ ലൈറ്റിനിങ് ആണ്. ഇപ്പോൾ കൊട്ടാരത്തിൽ പണ്ടത്തെ സ്ട്രക്ചറിൽ ലൈറ്റ് ഇല്ല അല്ലെങ്കിൽ കറണ്ട് ഉള്ള ആ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ വെളിയിൽ നിന്നാണ് കറണ്ട് എടുത്തിരിക്കുന്നത്. കണ്ടാൽ അറിയാൻ പറ്റും. വയർ കാണിച്ചു തരാം. ക്യാമറ മുകളിലോട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ അടുത്ത് കണ്ടോ, ഇപ്പോൾ ഇവിടെ മൊത്തം ലൈറ്റ്, ഈ ഗോൾഡ് ലൈറ്റ് സെറ്റപ്പാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മുമ്മാക്കി നിർത്തുന്നത്. അപ്പോൾ നേരിട്ട് പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ കാണാൻ പറ്റുന്നവർ ഉറപ്പായിട്ടും പോകണം. കാരണം തറ അത്രയ്ക്കും കാണുന്ന ഇതാണ്. വാക്കുകൾ പറഞ്ഞാൽ നിൽക്കില്ല, അത്രയ്ക്കും പറയാനുണ്ട്. പോയി കാണണം. നമുക്കിവിടെ പോയ ഒരു സ്ഥലത്ത് നിന്ന് അനങ്ങാൻ ഒരുപാട് നേരം എടുക്കും. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ പോകേണ്ടി വരുന്നു. ഇങ്ങനെയാണ് സ്ഥലം വരുന്നത്. അടുത്ത് നമ്മൾ ഇവിടെ ഈ ഒരു ഹാളിൽ എവിടെ നോക്കിയാലും ഇതാണ് കേട്ടോ, ബ്രിട്ടീഷുകാരുടെ പടവും. അതായത് ബ്രിട്ടീഷുകാർ ഈ കൊട്ടാരമായിട്ട് ഉള്ള ഓരോ ഈവൻറ്റുകളുടെ പടങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഓരോ ആർച്ചിനും ഓരോ ഡിസൈനും ഓരോ പാറ്റേൺ കളേഴ്സാണ് കേട്ടോ.
നമ്മൾ ആ ഹാള് വിട്ടിട്ട് ചെറിയൊരു റൂമിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോ കാണാൻ വെച്ചിട്ടുണ്ട്. പണ്ട് പഴയ ചരിത്ര ആൾക്കാരുടെ ഫോട്ടോകളൊക്കെയാണ് ഇവിടെ ഭരിച്ച രാജാക്കന്മാരുടെയും അല്ലാതെ ബ്രിട്ടീഷുകാരുടെയും ഒക്കെ ഫോട്ടോ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളിവിടെ നേരിട്ട് വന്ന് കാണുക. ഫോട്ടോ ഗാലറി 100 രൂപയുള്ളൂ എക്സ്പെൻസീവ്. അപ്പോൾ ഇവിടെ വരണം, കാരണം മൈസൂറാണ്. അപ്പോൾ മൈസൂർ ഈ കോവിൽ അല്ലെങ്കിൽ ഈ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൈസൂർ പണ്ട് കാലത്ത് മഹീഷൂരു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം മഹീഷൂരു എന്നൊരു രാക്ഷസനെ ചാമുണ്ഡി ദേവി വന്ന് വധിക്കുകയും പിന്നെ അവിടെ ആദ്യം സഭയ്ക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ആ സ്ഥലം ആദ്യം മൈസൂരു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഈ ബ്രിട്ടീഷുകാർ വരികയും അവർ ആ വാക്കിനെ മാറ്റിയാണ് മൈസൂർ എന്ന് പേര് കൊണ്ടുവന്നത്. മൈസൂരു പിന്നെ മൈസൂർ അങ്ങനെ ഒരു വാക്കിലേക്ക് കൊണ്ടുവന്നത്. എന്നിരുന്നാലും അവിടെ അംബാവിലാസ് എന്നാണ് ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ ആ കൊട്ടാരത്തിനെ വിളിക്കുന്നത് കേട്ടോ. ഈ കൊട്ടാരം വോഡയാർ രാജവംശമാണ് പിന്നീട് ഭരിച്ചതും ചെയ്തതുമല്ല. ഈ കൊട്ടാരം 1950 അബോളിഷ് ചെയ്തു. അതായത് കൊട്ടാരം പിന്നെ ഇല്ലാതായതെന്നല്ല, ഒരു മ്യൂസിയം പോലെ ആക്കേണ്ടി വന്നു. കാരണം അപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ പോയല്ലോ, അതുകൊണ്ട് അങ്ങനെ ബ്രിട്ടീഷുകാർ പോവുകയും പിന്നെ നമ്മൾ ഇന്ത്യയിലോട്ട് വരികയും പിന്നെ കൊട്ടാരം നമ്മുടെ കയ്യിലാവുകയും നമ്മൾ പിന്നെ ഇപ്പോഴും രാജാവും കാര്യം എല്ലാവരും ഉണ്ട് ഇവിടെ. പക്ഷേ അതിന് പിന്നിൽ ഒരുപാട് കഥ പറയാനുണ്ട്. നമുക്ക് ആ വീഡിയോ കഥയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് നേരം എടുക്കും. ഇപ്പോൾ നമുക്ക് ഇത് കാണാം. ഇപ്പോൾ ഈ മുറ്റം നോക്കിക്കോളൂ, ഇവിടെ ഇങ്ങനെ വരുന്നു. ഇവിടെ യൂസ് ചെയ്യുന്ന ഇത് കണ്ടല്ലോ, ഇവിടെ ഒറ്റ ഇതാണ് മൊസൈക്കോ അങ്ങനെ എന്തോ ആണ് വരുന്നത്, അത് തടി. ഓക്കെ, അടുത്ത് തറ നോക്കിക്കോണേ, തറയിലോട്ട് വരാം. ഈ തറ പോലും ടീലല്ല, ടീലാണോ എനിക്ക് തന്നെ സംശയമില്ല. കാരണം അവിടെ ടീലിൻ്റെ ഒരു നിരപ്പ് തടുപ്പാണല്ലോ, അതൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് അടക്കണം. എനിക്ക് തോന്നുന്നു മൊസൈക്ക അങ്ങനത്തെ മൊസൈക്ക തന്നെ ആവും, എനിക്കറിയില്ല. പിന്നെ പണ്ട് കാലത്ത് രാജാവ് ഉപയോഗിച്ച AC കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയാണ് വരുന്നത്. അല്ലേ AC, സോറി, ലിഫ്റ്റ്, AC ലിഫ്റ്റ്, ആൾട്ടർനേറ്റീവ് കറണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് അടുത്ത് കണ്ടോ ലൈറ്റിന് വേറെ വെച്ചിട്ടുണ്ടോ, ഇതാണ് ആ മൈന്യൂട്ട് ഡിസൈനാണ്, ഒന്നിനും ഒരു വ്യത്യാസമില്ല, എല്ലാവരെയും പോലെ അച്ചടിച്ച പോലെ ഇരിക്കും. അതാണ് അവിടുത്തെ പരിപാടി, അത്രയ്ക്കും ഡീറ്റെയിൽഡാണ്. ഇങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു പരിപാടിയാണ്. നോക്കൂ, ഇപ്പോൾ ടീൽ കാണിച്ചത് ഈ ചെവിൽ ഒട്ടിച്ചിരുന്ന ടീൽ, അത് പ്രൊജക്റ്റഡ് 3D ടീൽ എന്നാണ് പറയാം. ഇക്കാലത്ത് ഇതൊക്കെ ഉണ്ടോ എന്തോ, പക്ഷെ ഇപ്പോഴും എന്താ കാണാം. ഈ CD-യിൽ തിളങ്ങുന്ന DVD-യിൽ തിളങ്ങുന്ന ആ ഒരു എഫക്റ്റ് ഈ ടീലിനുണ്ട്. അത് കണ്ട് ഞാൻ ഓക്കെ, തറയും ഫ്ലോറും ടീൽ തന്നെയാണെന്ന് തോന്നുന്നു, അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ തറയുടെ ഡിസൈൻ കണ്ട് ഞാൻ നോക്കിയിട്ട്. പിന്നെ ഈ റൂമിൻ്റെ അകത്തുള്ള സീലിങ് അത് വേറെ സാധനം. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ മിറർ, ഇത് രാജാവ് റാണി ഉപയോഗിച്ച് കാണുമെന്ന് എനിക്ക് പോലും കയറണം. കാരണം ഇത് ഉപയോഗിച്ചാൽ പൊട്ടുപോകും. എന്തോ ഇത് കാല് തൊട്ട് അങ്ങ് മണ്ട വരെ, അതായത് പൊന്നിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ എങ്ങോട്ട് നോക്കിയാലും ഗ്ലാസ്സാണ്. ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഗ്ലാസ്, അതായത് സ്ക്രൂ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒട്ടിച്ച് മുകളിൽ തൊട്ട് താഴെ വരെ, വേറെ ഒന്നുമില്ല. അങ്ങനത്തെ പ്യൂർ സാധനമാണത്. അത് ഞാനുണ്ട് ഇത് എടുക്കാൻ കാണാം. ഇത് വെളിയിലെ കസേര അല്ലെങ്കിൽ ചെയർ, അത് അവരുടെ ഓരോ രാജകീയ ആസ്ഥാനമാണ്. ആനക്കൊമ്പ്, രാജാവിൻ്റെ പടം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതെന്താ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സീലിംഗ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സീലിംഗ് ആണെങ്കിൽ ജിപ്സം സീലിംഗ് ആണ്, വല്ല കമ്പ്യൂട്ടർ കുത്തിയാൽ പറ്റിക്കോ. ഇതിൻ്റെ ഒക്കെ ക്വാളിറ്റി അപ്പോൾ അത് ആലോചിച്ച് നോക്കും. തടി എൻ്റെ വീട്ടിൽ നിന്ന് അത് അവിടെയും കൊത്തുപണിയാണ്, കണ്ടു നോക്കിയിരുന്നു അങ്ങനത്തെ സ്ഥലം. ഇപ്പോൾ കാണാൻ പറ്റിയ 2 സ്ഥലത്തും ഉണ്ട് ഈ മിറർ വന്നിട്ട്. ഇവിടെ നമുക്ക് മുകളിലോട്ട് താഴെയുള്ള വീഡിയോ എത്തും, കണ്ടോ, കാലും കണ്ണാടി തന്നെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ വേറെ തടിയൊന്നും കാണില്ല.
ആ പ്ലാറ്റ്ഫോം മാത്രം ഈ തടി വെച്ചിട്ടുണ്ട്, ബാക്കി അങ്ങ് താഴെ വരെ കണ്ണാടി. ഇച്ചിങ് ഡിസൈനുണ്ട്, ഈ കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്ന ഗ്ലാസ്സുകളുണ്ട്. ഇതൊക്കെ ഓക്കെ. നമ്മൾ ആ റൂം ഇറങ്ങുമ്പോഴത്തേക്കും കട്ടള വാതിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇത് ഗണപതിയുടെ ഈ ഒരു എന്താ പറയുക, പിന്നെ കാണണം നല്ല വിഷയമുള്ളൂ, കണ്ടിരിക്കും. പിന്നെ ആൾക്കാരൊക്കെ വന്ന് തട്ടുന്നുണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ. പിന്നെ ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവും. ഞാൻ ഇടയ്ക്ക് ഞാൻ തന്നെ അങ്ങോട്ട് സോറി പറയും. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടെ രാജാവ് നിന്നിട്ട് അങ്ങോട്ട് ആൾക്കാരെ നോക്കി അല്ലെങ്കിൽ പ്രജകളെ നോക്കി ഓർഡർ ഇടുന്ന സ്ഥലമായിരിക്കും. കാരണം ഈ പുലി എൻ്റെ അടുത്താണുള്ളത്. ഒന്നുകൊണ്ട് അപ്പുറത്തുമുണ്ട്, ഇടത്തുമുണ്ട്, വലതുമുണ്ട്, രണ്ട് സൈഡുമുണ്ട്. അപ്പോൾ ഇത് നടക്ക് ഞാൻ അല്ലെങ്കിൽ രാജാവായ ആട് വന്ന് നിന്നിട്ട് പ്രജകളെ ഭരിക്കുന്ന സ്ഥലമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ സ്ഥലമായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇതെല്ലാം അകത്ത് കയറാനൊന്നും പറ്റത്തുന്നില്ല. ആർച്ചിൻ്റെ ഡിസൈൻ പിന്നെ പറയണ്ട, ഈ സീലിങ്ങിൻ്റെ ഡിസൈനൊന്നും പറയണ്ട. കണ്ട ആ ഈ ലീഫ് അല്ലെങ്കിൽ ആ ഇലയുടെ ഇതളിങ്ങനെ വന്നിരിക്കുകയാണ്. നാലോചിക്കും ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ആരെങ്കിലും ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ റൗണ്ട് അടിച്ചിട്ടുണ്ട്. അങ്ങനെ പോയതാണ്. അങ്ങനെ ചുറ്റി കറങ്ങി തിരിച്ച് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതൊക്കെ കണ്ടല്ലോ, ഈ കല്ല് ആർട്ട് വർക്ക് ഇതൊക്കെ കൊത്തിയെടുത്ത് ഒരു ചെറിയ തെറ്റ് വന്നാൽ കലിക്ക് തോന്നുന്നു. കല്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ കല്ല് വീണ്ടും കയറ്റും. അപ്പോൾ അന്ന് മാത്രം ചിലവ്, അന്നത്തെ പിന്നെ ചിലവുകളുടെ കാര്യം, രാജാവിന് വേണ്ടി പണക്കാരല്ലേ, അങ്ങനെ കാര്യമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ വലത്തെ വശത്തുകൂടി കയറി ചുറ്റി ഇപ്പോൾ ഇടത്തെ വശത്തുകൂടി നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ആൾക്കാർ ഇറങ്ങി വരുന്ന വഴിയിലാണ് നമ്മൾ ഇറങ്ങി വന്നത്. തിരിച്ച് വീണ്ടും നമ്മൾ നേരെ പോവുകയാണ്. കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു, നമ്മൾ വീണ്ടും കയറിപ്പോകും. അങ്ങനെ പോകും വഴിക്ക് നമുക്ക് വീണ്ടും കുറച്ച് വിലപ്പെട്ട സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ സീലിങ് താന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞു. ഈ കൊട്ടാരത്തിൻ്റെ വിലപ്പെട്ട സാധനങ്ങളിലോ കുറച്ച് ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, ഉറപ്പാണ്. കാരണം ഈ കൊട്ടാരത്തിൻ്റെ കുറച്ച് പോർഷൻ മാത്രം കാണിക്കണമെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൊട്ടാരത്തിൻ്റെ അകത്ത് സേഫ് ആയിരിക്കും. ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന കുറച്ച് വിഗ്രഹങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ പുരാവസ്തുക്കളൊക്കെ ആവാനാണ് ചാൻസ്. ഗ്ലാസ് സെക്യൂർഡ് ആണ്, അല്ല വേറെ ഇത് മാത്രം സെക്യൂരിറ്റി അല്ല കൊടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇത് ഇത്ര ഓപ്പണാണ് എന്ന് കണ്ടാൽ തന്നെ അറിയാം. നോക്കിക്കോളൂ, ഇതൊക്കെ ബ്രൗൺസോ അങ്ങനത്തെ എല്ലാമൊക്കെ മെറ്റലായിരിക്കും, അല്ലെങ്കിൽ കോപ്പറോ അങ്ങനെ എല്ലാം ആയിരിക്കാം. അതാ വിഗ്രഹം ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, അതെ ആയിരിക്കാം, എൻ്റെ ഊഹം മാത്രം. പിന്നെ അവിടെ ഒരു ദേവിയുടെ വിഗ്രഹമുണ്ട്. ഇതല്ലാണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നല്ലാണ്ട് ഇപ്പോൾ വലത്തെ സൈഡ് ഇപ്പോൾ വരും. സുമിതോളൂ, ഓക്കെ ഉണ്ടോ? അതൊക്കെ ഒറിജിനൽ വെങ്കല വിഗ്രഹമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഗണപതി. വീണ്ടും ഗണപതി. ഇവിടെ ഒരുപാട് ഗണപതിയുടെ വിഗ്രഹങ്ങളും രൂപങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിഗ്രഹം, പിന്നെ ശിവൻ, അവരുടെ ഫാമിലി, ആ ഒരു ദൈവങ്ങളുടെ കാര്യങ്ങളാണ് ഇവിടെ ഒരുപാട് വരുന്നത്. ഇത് സ്വർണം തന്നെ ആവാനാണ് ചാൻസ്. അത് തിളക്കം കണ്ട എല്ലാവർക്കും അറിയാം, സ്വർണം തന്നെയാണ്. നല്ല തിളക്കം എന്ന് പറഞ്ഞാൽ തിളങ്ങി നിൽക്കുകയാണ്. ക്യാമറ എക്സ്പോസറൊക്കെ കുറച്ചാണ് എടുത്ത് മാറ്റിയും കുറച്ചും കൂട്ടിയൊക്കെ എടുത്ത് എന്താ തിളക്കുന്നുണ്ട്. വെട്ടം കുറച്ചാലേ കാണാൻ പറ്റുള്ളൂ, അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും കൊട്ടാരത്തിൻ്റെ മുകളിൽ സ്റ്റെയർ, അതായത് ആ ഫസ്റ്റ് ഫ്ലോറിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ളയുള്ള ചെറിയ എലമെൻറ്റ്സ്
ഈ കൊട്ടാരത്തിനെ കുറിച്ച് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് കഥകൾ പറയാനുണ്ട്. പക്ഷേ അത് പറയുന്ന എനിക്ക് ഈ വീഡിയോയുടെ കണ്ടൻറ്റ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എന്നിരുന്നാലും ഈ പറയാനുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ റെഫർ ചെയ്ത സ്ഥലങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് പോയി നോക്കണം. കാരണം ചെറിയ ചെറിയ വീഡിയോ ആണ്, അത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ രാജാവ്, ഇപ്പോൾ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജാവ്, അത് ദത്തെടുക്കപ്പെട്ട രാജാവ് എന്നാണ് കുറേ ആൾക്കാർ വിശ്വസിക്കുന്നത്. ഈ 400 വർഷത്തിന് മുമ്പേ റാണിയെ പിടിക്കുകയും, അതായത് പേടിച്ച് രക്ഷപ്പെടാൻ ഓടിയ റാണിയെ പിടിച്ച സമയത്ത് റാണി ശപിക്കുകയും ചെയ്തു. ഇവിടെ ആൺസന്തതി ഉണ്ടായി രാജാവ് കുടുംബം നശിക്കും, അതായത് ഉണ്ടാവാതെ ഈ കുടുംബം നശിച്ചു പോകും എന്ന് പറഞ്ഞ് ശപിക്കപ്പെടുകയും പിന്നീട് അവിടുത്തെ സ്ഥലം മൊത്തം നശിച്ചു പോവുകയൊക്കെ ചെയ്തു. അതായത് കാവേരി നദി ചുരുളി വെള്ളത്തിൽ ചുഴിയൊക്കെ ഉണ്ടായി. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ എടുക്കുകയും മണൽ കാറ്റൊക്കെ ഉണ്ടായി അമ്പലങ്ങളെല്ലാം മണ്ണിൻ്റെ അടിയിൽ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഈ ശാപം കാരണം. അത് കഴിഞ്ഞിട്ട് ഇതിന് രണ്ടിനും സയൻറ്റിഫിക് പ്രൂവ് ഉണ്ട്, കാലാവസ്ഥയുണ്ട് തന്നെ അങ്ങനെ കണ്ടുപിടിച്ചു. പക്ഷേ പിന്നീടുള്ളത് ഈ ഒരു അതിനുശേഷം ഈ ശാപത്തിന് ശേഷം പിന്നെ ആൺസന്തതികൾ പിറക്കാത്തത് എന്തുകൊണ്ടെന്ന് ആർക്കും ഒരു സയൻറ്റിഫിക് പ്രൂവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. എന്നാലും ഉണ്ട്, ഒരേ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്നു, എന്നാലും അത് ആരും വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ജസ്റ്റ് 400 ഇയേഴ്സ് ബാക്ക് നടന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയായാലും എനിക്ക് നിങ്ങളുടെ സ്ഥലം ഈ മൈസൂർ പാലസ് കാണിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ എനിക്ക് കൃത്യമായി ഇവിടെ ഗൈഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഇവിടെ ഇപ്പോൾ ഉള്ളത് ഈ കല്യാണ മണ്ഡപം അല്ലെങ്കിൽ ദർബാർ ഹാള് അങ്ങനെ വരുന്ന സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഇല്ലേതോ ഒന്നാണ്. ഇവിടെ കുറേ മിറർ വെച്ചിട്ടുണ്ടോ, ഇത് ബാക്കിൽ കറക്റ്റ് ഇതിൻ്റെ ബാക്ക് ഓപ്പോസിറ്റ് ഒന്ന് കാണും, അത് തീർച്ചയാണ്. അങ്ങനെ ഫേസ് ടു ഫേസ് എപ്പോഴും മിറർ വയ്ക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതേപോലത്തെ വെളിയിലോട്ട് ഒരു ഔട്ട് ഏരിയയാണ്. ഇവിടെ പിന്നെ കല കൊണ്ട് ഇങ്ങനെ മൊഴി വെച്ചിരിക്കുകയാണെന്ന് പറയാം. മൊത്തവും എല്ലാ പടത്തിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് നോക്കി കണ്ടുപിടിക്കുക. ഞാൻ ഇപ്പോൾ ഓരോന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആ വഴിയാണ് വെളിയിൽ പോകുന്നത്. ഇവിടെ മണ്ഡപം ഹാള് അതേപോലെയൊക്കെയാണ് വരുന്നത്. പെയിൻറ്റ്, ആർട്ട് വർക്ക്, ഓരോ ശിലകളും സെറ്റ് പറയാനില്ല, അത്രയ്ക്കും ചെയ്തിരുന്ന ക്ലാസ്. ഇപ്പോൾ അവിടെ ഒരു വലിയ മിററാണ്, അത് കണ്ടു നോക്കി അതിന് തോന്നി എനിക്ക് അപ്പുറത്തെ ആൾ കാണുന്നു. പിന്നെയാണ് മനസ്സിലായത് അത് ആളല്ല, നമ്മൾ തന്നെയാണ്. അങ്ങനെ ക്യാമറ സൂം ചെയ്യുമ്പോഴത്തേക്കും അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പോയി. എനിക്ക് ഇതിനെക്കുറിച്ച് വേറെ ഗൈഡോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ കാണുന്നത് മനസ്സിലാക്കി ഞാൻ തന്നെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത് റൂഫ് ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ റൂഫ് അവിടെ നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ലൈറ്റ് പെട്ടെന്ന് കണ്ടപ്പോൾ ലൈറ്റ് കിടക്കുന്നു നോക്കി. പക്ഷെ അവിടെ മുകളിൽ പിക്ചറുണ്ട്, അത് ഞാൻ എടുക്കാൻ മറന്നു പോകുമെന്ന് സംശയം. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇതും ഞാൻ അതേപോലെ അങ്ങനെ ഊഹിച്ചില്ല. ഞാൻ ലൈറ്റ് നിറ ലൈറ്റ് ഫോക്കസ് ചെയ്തു. അപ്പോൾ ലൈറ്റ് ഫോക്കസ് ചെയ്തിട്ട് അവിടെ സ്റ്റാർ കാണുന്നുണ്ട്, സ്റ്റാർ തിളങ്ങുന്നത് വെള്ള കളറായിട്ട് തിളങ്ങുന്നുണ്ട്, വെള്ളി പോലെ. അത് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല തിളങ്ങി നിൽക്കുകയാണ്. പെയിൻറ്റിങ്ങിൻ്റെ അതായിരിക്കാം, ഫ്ലറ്ററോ അങ്ങനത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ വെള്ളി തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒട്ടിച്ചിരിക്കുകയാണ്, പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി ഈ പടം സൂം ചെയ്ത് ക്യാമറ കൊണ്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഈ കണ്ടോ, ഈ വീട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ക്യാമറ പിടിച്ച് തിരിച്ച്, അതായത് ഫോണ് ചരിച്ചാണ് പിടിച്ചത്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് 4 പടം ഇങ്ങനെ 4 ദിശയിലിരിക്കുകയാണ്. അതൊന്ന്, ഇത് 2, ഇത് 3, അത് മറ്റേത് 4. ഇതെല്ലാം ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തുണ്ട്, അതേപോലെ അങ്ങറ്റ വരെ എല്ലാത്തിലും ഉണ്ട്. പിന്നെ ഈ പില്ലർ കണ്ടോ, ഈ പില്ലർ പറയേണ്ട കാര്യമില്ല, 4-5 പേര് കെട്ടിപ്പിടിച്ചാൽ പോലും ആകുമല്ലോ, അത്രയ്ക്ക് വലിയ പില്ലർ. ഇത്രയും വെയിറ്റ് അങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കിയ എഞ്ചിനീയർ അത് എടുക്കലാണ് കേട്ടോ. ആ എഞ്ചിനീയറുടെ പേര് ഹെൻറി ഇർവിൻ. അത് ഇംഗ്ലീഷ് ഡിസൈനറാണ്, ബിൽഡറാണ്. അദ്ദേഹമാണ് ഈ കൊട്ടാരം ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും കാഴ്ചകളിലേക്ക്
ഇതിപ്പം ഭക്തി വിശ്വാസം അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ പോവില്ല. അങ്ങനത്തെ സ്ഥലമാണ്. ഇപ്പം എൻ്റെ വീഡിയോ ഏറ്റവും ഡീറ്റെയിൽ യൂട്യൂബിൽ വേറെ ഇതേപോലത്തെ വീഡിയോ കാണാൻ എനിക്കറിയില്ല, സത്യമായിട്ടെ വേറെ നോക്കിയതാ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ എന്തെങ്കിലും കാണില്ല, ഞാൻ എടുത്തല്ലേ ലോങ്. അപ്പോൾ കാരണം ഇതിപ്പോൾ ലോങ് ഇടാൻ കാരണം എൻ്റെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ കൂടുതലും മൈസൂർ പാലസ് വിട്ട് പോകാൻ പറ്റാത്തവർ അങ്ങനത്തെ സാഹചര്യത്തിലാണെങ്കിൽ അവരൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും കാണുന്നത് കുട്ടികൾക്ക് അവിടെ ഇപ്പോൾ കുട്ടികൾക്ക് എന്താണ് റിയാലിറ്റി, എന്ത് റിയാലിറ്റിയാണ് കാണുന്നത്, ഇതാണ് നിങ്ങൾ കാണുന്നത് അവിടെ പോയാൽ. അങ്ങനെ കാണാം. അല്ല ചെറിയ സിനിമാറ്റിക് ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓവർ സിനിമാറ്റിക് ആയാലും ബോറാണ്. ബോറെന്നല്ല, കൊട്ടാരം നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഇതായിട്ട് തോന്നും. അവിടെ എന്താണ് ആക്ച്വലി ഉള്ളത് അത് കാണണ്ടേ, അത് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ട ശിവനും പാർവതി, അല്ലാതെ ദേവീൻ്റെ പടം, അങ്ങനെ ഓരോ പടങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറ തിരിച്ച് എനിക്ക് വേറെ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ അങ്ങനത്തെ ഒരു ക്യാമറയുടെ എല്ലാം മാനുവലാണ്. ക്യാമറ എന്ന് പറയാൻ പറ്റില്ല, ഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ ആസ്പോച്ചറും എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം, ബ്രൈറ്റ്നസ് എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് ഫോക്കസ് എല്ലാം മാറ്റി എടുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ കാണാം നമ്മൾ കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസ്, മെയിൻ കവാടം അതാണ്. പിന്നെ ഇതേപോലെയൊക്കെ വലിയ ഹാള്, വെളിയിൽ നിന്ന് വലിയ വരാന്ത ഒക്കെ സ്ഥലം. അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. ഇപ്പോഴും ചെരുപ്പില്ല, നമ്മൾ ചെരുപ്പില്ലാതാണ് നടന്നു പോകുന്നത്. അത് ജനാലകളാണ്, അവിടെ നമുക്ക് എൻട്രി ഇല്ല കേട്ടോ. ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ ലൈറ്റ് കൊണ്ട് അലങ്കാരം കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. നമ്മളിനി അവിടെ നിന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത് വരുന്ന സ്ഥലങ്ങൾ അകത്തോട്ട് കയറിപ്പോവും. ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ട് ഈ പില്ലറിനൊക്കെ മറച്ചിട്ടുണ്ട്. അതാണ്ട് അവിടെ കണ്ട അതേ മിററിൻ്റെ നേരെ വരുന്ന മിററാണ് ഇത്. രണ്ട് സെയിം പൊസിഷൻ, ഓപ്പോസിറ്റ് ആയിക്കുള്ളൂ. ഓക്കെ, പ്ലാസ്റ്റിക് കൊണ്ട് മറച്ചിരിക്കുന്ന പില്ലേഴ്സ് കാണാം. പിന്നെ നമുക്ക് ദൂരെ ഇങ്ങനെ ഒരേ അളവ്, കറക്റ്റ് അളവിനാണ് വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല ചന്തമാണ്. ഇപ്പോൾ മുകളിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാർ നമുക്ക് നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ പില്ലർ പ്ലാസ്റ്റിക് കൊണ്ട് പോന്നിക്കാൻ. ഓക്കെ മുകളിൽ നോക്കിക്കുക. അത് സ്റ്റാർ പോയിട്ട് ഇരിക്കുന്ന ലൈറ്റ് അടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അത് കാണാൻ നല്ല രസമാണ്. നേരിട്ട് അടുത്ത് നമ്മളെ വീട്ടിൽ അകത്തോട്ട് പോയാണ്. എനിക്കിത് കണ്ടിട്ട് ഒരു കല്ലിൽ ചെയ്ത വർക്കാണെന്നാണ് തോന്നുന്നത്. ഈ അതിൽ എൻട്രി, അത് പില്ലർ, ഈ തടിയിലായാലും അതങ്ങനെ തന്നെ വളരെ ഫാൻസി ഡീറ്റെയിലിങ് അത്രയും വർക്കെടുത്ത് ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ. 15 വർഷം ടൈം എടുത്തു. ഓക്കെ, ഈ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ദർബാർ ലിഫ്റ്റ് കാണാം. ദർബാർ ഉപയോഗിച്ചിരുന്ന ലിഫ്റ്റ്. ഇതിൻ്റെ അകത്തും കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. വളരെ എക്സ്പെൻസീവ് ആയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചത്. അകത്ത് കയറുമ്പോഴത്തേക്കും ഇപ്പോൾ അതിൽ എൻട്രി വരുന്നതാണ്. അകത്തൊക്കെ കയറുമ്പോൾ നോക്കിയുള്ളൂ. ഫുള്ള് ഗോൾഡ് മഴയാണ്. പെയിൻ്റാണ് സംഭവം, പെയിൻറ്റ് പച്ച ഗോൾഡ് കളർ. റൂഫ് കണ്ടല്ലോ, അല്ലെങ്കിൽ സീരി കണ്ടല്ലോ, ഇതാണ് സീരി വരുന്നത്. അതിനകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ആ വിൻഡോസ് ഉണ്ടല്ലോ വെളിയിലുള്ളത്, അത് മഞ്ഞ കളർ ഗ്ലാസ് ആണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഫിൽറ്റർ ഒട്ടിച്ചതായിരിക്കും. അതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ എഫക്റ്റ് നമുക്ക് ഇത് ഇവിടെ മൊത്തം. അങ്ങനെ വെട്ടവും അങ്ങനെയാണ്, അതാണ് ഉദ്ദേശിച്ചതിനെ. അല്ലാതെ പെയിൻറ്റിങ് കണ്ടില്ല, ഫുള്ള് ഗോൾഡൻ കളറാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ഗോൾഡ് ഗ്രീൻ എന്ന തീമിൽ ആണ് പോയിരിക്കുന്നത്. ഇതിപ്പോൾ രാജാവ് വന്നിരുന്ന് വിളംബരം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ആകാശം ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോഴും അത് അങ്ങനെ തുടരുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഡെമ്മി പീസ് അവിടെ വെച്ചിട്ടുണ്ട് കാണാനായിട്ട്. അതല്ലാണ്ട് അവിടെ യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വർഷം എന്തോ ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ രാജാവ് വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഡോറുണ്ടല്ലോ, ഇപ്പോൾ ഇടത്തെ സൈഡ് തിരിഞ്ഞു. ഓക്കെ, ഈ ഇത് വെള്ളിയിലെ ഡോറാണ്. അതായത് ഇത് മൊത്തം വെള്ളിയാണ്.
ഇപ്പോൾ ഈ ഡോറ് കണ്ടില്ലേ, ഈ പ്ലാസ്റ്റിക് ഫിലിം കൊണ്ട് ഈ ഡോറ് കവർ ചെയ്തിരിക്കുകയാണ്, ബാക്കും ഫ്രണ്ടും എല്ലാം രണ്ട് സൈഡും. കാരണം അത്രയ്ക്കും നല്ല ആർട്ട് വർക്ക് അതിൽ വന്നിട്ടുണ്ട്, കാണാം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ മൈന്യൂട്ട് ആർട്ടാണ്, മൈക്രോ ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വാൾപേപ്പർ എന്തായാലും ആയിരിക്കില്ല. അപ്പം അങ്ങനത്തെ ആർട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നമ്മളിനി അടുത്ത് സ്റ്റെയർ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് വീഡിയോ ഞാൻ ചെറുതായിട്ട് സ്പീഡാക്കുകയാണ്. നമുക്ക് ഇറങ്ങാത്തേക്ക് കാണാൻ പറ്റും. പിന്നെ വെളിയിലായി ഇടത്തെ ഭാഗത്ത് നെറ്റിപ്പട്ട ഇങ്ങനെ ഷോക്കി വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബുക്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വാങ്ങാനാണ് എന്തോ അറിയില്ല. ഇന്ന് നമ്മൾ അടുത്ത് പുറത്തേക്കാണ് പോകുന്നത്. എന്നെ അന്വേഷിച്ചാണെന്നാ ഒന്നാ ബോട്ട് ആർക്ക് ചെരുപ്പ് കിട്ടാ? അതേപോലെ ചെരുപ്പ് വിട്ടല്ലേ ഉള്ളു എല്ലാവർക്കും. അയ്യാടാ എന്റെ കള്ളം പറിച്ചില്ലേ, ചെരുപ്പ് കൊണ്ടുവന്നേ ഉള്ളൂ. ഫോൺ വിളിച്ച എಲ್ಲಿ ഫോൺ തോന്നില്ല. ഇല്ല ഇല്ല അല്ല ടീച്ചറെ നിങ്ങൾ നോർമലി സംസാരിച്ചത് കുഴപ്പമൊന്നുമില്ല. ഇല്ലാണ്ട് വഴക്കൊന്നും കുഴപ്പമില്ല. പറ അതെയാ, ചെരുപ്പ് വന്നല്ലേ ഉള്ളൂ, ചെരുപ്പ് വന്നേ ഉള്ളൂ. ടീച്ചർ അങ്ങനെ അങ്ങനെ പറയാം. ഈ സ്ഥലം കണ്ടിട്ട് ടീച്ചർ അല്ല ടീച്ചർ, എൻ്റെ ഇത് വന്നിട്ട് ഇവിടെ ടൈം നല്ല സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. ഞാൻ നോക്കി ഒരുപാട് എലമെന്റ് ഞാൻ എടുത്തു. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത സാധനങ്ങൾ അവിടെ നീല ചെരുപ്പ് ആർക്കും അനാഥായിട്ട് കിടക്കുന്നുണ്ട്. കണ്ടാ അവിടെ അമ്മ വരണ ഫ്രണ്ട്സ്. നമ്മൾ കൊട്ടാരത്തിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കയറിയ സ്ഥലം, അതായത് അവിടെ തന്നെയാണ് നമ്മൾ വന്ന് തിരിച്ചിരുന്നത്. അതേ വഴി തന്നെയാണ് വീണ്ടും ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് നമ്മൾ പോകേണ്ടതും. ഇപ്പോൾ അല്ലേടാ നമുക്ക് ഇന്നത്തെ വാക്കാണ് പോകണം, ഇന്നത്തെ പ്രാവശ്യമാണ് പോകണം. പുറത്തിറങ്ങാൻ പറ്റുമോ? ഓപ്പോസിറ്റ് സൈഡിൽ നടന്നു വരുമ്പോഴേ അവർക്കൊരു വിചാരമുണ്ട് പോലീസ് തന്നെ എപ്പോഴും അവർക്ക് മാറി ഒതുങ്ങി പോകേണ്ടതേ ഉള്ളൂ. This is the front of the track. That's it. നല്ല ഫ്രണ്ടിൽ പോയാലേ കാണാൻ പറ്റത്തോ. ഇത്രയും ബാക്കിലോട്ട് വന്ന് ഓടാ സമയം പോകണം. ഇതാണ് ലൈറ്റ് സൺ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഡാർക്ക് ആയിരിക്കും. ഫോട്ടോ എടുക്കാം. എവിടെ നിന്നില്ലേ ഒറ്റയ്ക്ക് എടുക്കട്ടെ. പോകാൻ പറ്റും, പോണില്ല. നമുക്ക് ബസ് ഇറങ്ങാണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. അത് ഹോളാണ്. ആ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓർത്തതൊക്കെ പല്ലിന്റെ വായിക്കാൻ സമ്മതിക്കുന്നു.
നീ ഇവിടെ നമ്മൾ പോകുന്നു. ഇതാണ് ഫ്രണ്ട്. It feels right, yeah. You know we do it the right way. We call from the dawn and we running with King Khan, bullets rain down like it's thunder. Ready or not, she got the Glock, she'll put you under. You know we game time on the front line till it's over. Deep in the trenches, boy, like a soldier. ആയിരത്തിനെ കൊണ്ടേ കയറുന്നേ ഉള്ളൂ. നമ്മൾ ടൈമിങ് പക്കാ ടൈമിങ് ആണ്. അതെ ബാക്കിയാ ബാത്തിയാ യാർ സൂപ്പർ അടിപൊളി. നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന ക്രിയേഷൻ കണ്ടോ നിങ്ങൾ? മൊത്തം നിങ്ങൾ ഓടി വന്ന് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിലെ വിശേഷങ്ങളും കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ വൃന്ദാവൻ ഗാർഡനിലായിട്ട് പോകുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ വീഡിയോ. ഇപ്പോൾ തന്നെ ചിലപ്പോൾ ആൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിൽ ലൈക്ക് ചെയ്യുക, ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.